എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ലോക്കൽ ദൃശ്യങ്ങളാണ്. കാരണം ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പരിസര പ്രദേശങ്ങളും അവിടെയുള്ള കുറച്ച് കടകളും ചില കെട്ടിടങ്ങളും പിന്നെ ഒരു മാർക്കറ്റുണ്ട്. മാർക്കറ്റിൻ്റെ പേര് ക്യൂൻസ് മാർക്കറ്റ് എന്നാണ്. അവിടെ നമ്മൾ മോസ്റ്റ്ലി ഏഷ്യൻ കച്ചവടക്കാരാണ് അവിടെ കൂടുതലുള്ളതും. എല്ലാ സാധനങ്ങളും അവിടെ വളരെ ചീപ്പായിട്ട് കിട്ടും. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾ ആയിരുന്നാലും ഫിഷുണ്ട്, പിന്നെ മീറ്റ് ഐറ്റംസ് എല്ലാം അവൈലബിളാണ്. അപ്പം നമ്മൾ ആൾക്കാരെല്ലാം നമ്മൾ എസ്പെഷ്യലി മലയാളീസും ആൻഡ് മറ്റുള്ള ഏഷ്യൻ കമ്മ്യൂണിറ്റീസും അവിടെ നിന്നാണ്. കാരണം മറ്റു ഉള്ള കടകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നമുക്ക് ചീപ്പായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ മേടിക്കാൻ പറ്റും. അതും പിന്നെ ഇവിടുത്തെ കുറച്ച് ബസ്സിൻ്റെ കുറച്ച് ദൃശ്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ട ചില ഒന്ന് രണ്ട് കെട്ടിടങ്ങളിൽ ഇവിടെ ഫ്ലാറ്റുകൾ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പം നമ്മൾ വെളിയിലൊക്കെ ഉള്ളവർക്ക് ലണ്ടനിലെ കുറിച്ച് ഒരു ജസ്റ്റ് ഇവിടുത്തെ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചുറ്റുപാടുകൾ, എങ്ങനെ ഇവിടുത്തെ ട്രാൻസ്പോർട്ടൊക്കെ എങ്ങനെയുള്ള ആണ്, കച്ചവടങ്ങൾ ലോക്കലാണ് കേട്ടോ. ഇത് സിറ്റിയല്ല, ഇത് നമ്മുടെ ലണ്ടൻ തന്നെ, പക്ഷേ ഇത് ഈസ്റ്റ് ലണ്ടൻ ഏരിയയാണ്. അപ്പം ഇവിടെ ഉള്ള കുറച്ച് നമ്മുടെ സമീപ പ്രദേശത്തുള്ള കുറച്ച് ദൃശ്യങ്ങൾ വീഡിയോയിൽ പകർത്തി അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഇതിനെക്കുറിച്ചൊരു. അപ്പോൾ വീഡിയോ കാണുക. ശേഷം ഫ്ലാറ്റിൻ്റെ മറുഭാഗമാണ്. ലക്ഷറി ഫ്ലാറ്റുകളാണ്, കാർ പാർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ കാണുന്ന ബിന്നാണ് എന്തെങ്കിൽ അവർ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോകുന്ന റീസൈക്ലിങ്, ജനറൽ വേസ്റ്റ്. ഫ്ലാറ്റിൻ്റെ ഒരു വശം, ഈ അതിന് അപ്പുറം ഒരു മെയിൻ റോഡാണ്. ഇത് ആ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് വശമാണ്. ഈ വശത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഞാൻ നമ്മുടെ അടുത്തുള്ള ഒരു ലോക്കൽ വെജിറ്റബിൾ അതിൻ്റെ മീറ്റൊക്കെ വിൽക്കുന്ന ഒരു ജസ്റ്റ് ഒരു മാർക്കറ്റിലോട്ട് പോവുകയാണ്. മിക്ക ബസ്സുകളും മിക്കതും ഡബിൾ ഡെക്കറാണ്. ഇതിപ്പോൾ ഒരു ബസ് വരുന്നുണ്ട്. പിന്നെ ആ പോണ ബസ് സ്ട്രാറ്റ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇത് ഞാൻ വരുന്ന ബെക്ടൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്. ഇവിടെ ഈ 60 വയസ്സ് കഴിയുന്നവർക്കൊക്കെ ഇവിടെ ബസ്സിലും ട്രെയിനിലൊക്കെ ഫ്രീ ആണ്. രാവിലെ ഒരു 9:30 മണി കഴിഞ്ഞാൽ അവർക്ക് ആ സീനിയർ സിറ്റിസണിന് ഇങ്ങനെ ഉള്ള ഒരു ആനുകൂല്യമുണ്ട്. ഈ ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഫർണിച്ചറുകളും മേടിക്കാം. ലോക്കൽ ഏരിയയാണ്, സിറ്റിയല്ല. ഇന്ന് മാർക്കറ്റ് ഉള്ള ദിവസമാണ്. അപ്പോൾ ഈ വഴിയോരങ്ങളിലൊക്കെ ഇതുപോലെയുള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മളെ ലോക്കൽ മാർക്കറ്റ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കുറച്ച് പണികൾ നടക്കുന്നത്, അതാണ് ആ തടിയൊക്കെ ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുകയാണ്. മാർക്കറ്റിൽ എല്ലാം അവൈലബിളാണ്. അതായത് ഇതൊരു മീറ്റ് ഷോപ്പാണ്. ചിക്കനൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കാണാം. ആളുകളൊക്കെ മാർക്കറ്റിനുള്ളിലോട്ട് പോവുകയാണ്. ഇതൊരു സലൂണാണ്. അതിനടുത്ത് കാണുന്നൊരു മീറ്റ് ഷോപ്പാണ്. വെജിറ്റബിൾ ഷോപ്പുകളാണ്. ഓരോരുത്തർ ഇങ്ങനെ ഈ ബൗളുകളിലൊക്കെ എടുത്ത് വെച്ച് ഷർട്ടുകൾ, ജമ്പർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ഇത് അങ്ങനെയുള്ള വാച്ച്, കണ്ണാടി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസുകൾ ആവശ്യമുള്ള കൂടുതലും ബംഗ്ലാദേശികളൊക്കെ തോന്നപ്പെട്ടുണ്ട്. അതിന് ഇങ്ങനെയുള്ള ഐറ്റം. ആഫ്രിക്കൻ പീപ്പിളിൻ്റെ ഹെയർ സ്റ്റൈലിംഗ് സലൂണ്, മീറ്റ് ഷോപ്പ്. ഇത് ഒരു ഫ്രൂട്ട് സ്റ്റാളാണ്. അത് ഒരു ഏഷ്യൻ ഷോപ്പാണ്, വലിയ ഷോപ്പ്. അതിനകത്തെല്ലാം ഉണ്ട്. ഏത്തയ്ക്ക, പഴം, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും. ആഭരണങ്ങൾ, വള, മാല, കമ്മൽ, ഇങ്ങനെയുള്ള ഐറ്റംസ്. ചെരുപ്പുകൾ, ഷൂ, അതും ഇതൊക്കെ കുറച്ച് യൂസായിട്ടുള്ള അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. മീനുകളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്.
ബൗളിൽ വയ്ക്കുക. ആപ്പിൾ ഇതൊക്കെ ഒരു പൗണ്ട് കൊടുത്താൽ മതി. ചീപ്പാണ് സാധനങ്ങൾ. പറഞ്ഞാൽ ഒരുവിധം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ മാർക്കറ്റിൽ വന്നാൽ കിട്ടും. ഇത് മിക്ക ദിവസങ്ങളിലും ഉണ്ട്. 2 ദിവസം കാണില്ല. മൺഡേയിലും വെനസ്ഡേയിലും ഇല്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും. വേറൊരു മീറ്റ് ഷോപ്പാണ്. ഇതിനകത്ത് ഇത് ഫ്രൂട്ട്സുകളൊക്കെ മേടിക്കാൻ വളരെ ചീപ്പാണ്. നമ്മൾ എല്ലാവരും നമ്മളെ വീട്ടിന് വളരെ സമീപത്തുള്ളൊരു മാർക്കറ്റാണ്. ലോക്കൽ ആണ്. ആപ്പിളുണ്ട്, പൈനാപ്പിളുണ്ട്, എല്ലാം അവൈലബിളാണ്. അത് അവർ ഉള്ളിയൊക്കെ ആവശ്യം പോലെ ട്രക്കിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഷോപ്പാണ്. ആപ്പിള്, മാതളക്ക, അവക്കാഡോ, മാംഗോ, മുന്തിരി, കുക്കുംബർ, ഓറഞ്ച്, പിന്നെ പഴം, തക്കാളി വെച്ചിട്ടുണ്ട്. എല്ലാം വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടെ വന്നാൽ മേടിക്കാം. നാരങ്ങ, ലൈം, വെണ്ടയ്ക്ക, മുളക്, ജ്വല്ലറി ഐറ്റംസൊക്കെ ഉണ്ട്. വേറെ ഇമിറ്റേഷനാണ്. അതൊക്കെ അവിടെ സമർത്ഥമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. പെർഫ്യൂമുകളുണ്ട്. പുറത്ത് നമുക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ കംപ്ലീറ്റ് മേടിക്കാം. ഒരു ഫ്രൂട്ട് കടയാണ്. എല്ലാം വളരെ കംപ്ലീറ്റ് ക്ലിപ്പുകൾ, തയ്യൽക്കാരൊക്കെ ഉള്ള നൂല്, സൂചി, റിബൺ, സ്ലൈഡ്, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ്. മോസ്റ്റ്ലി ഒരു ബംഗ്ലാദേശിൽ നിന്നുള്ളവരാണ് ഈ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ കൂടുതൽ. തുണി, വാച്ചുകൾ, ബ്രേസ്ലെറ്റ്, നട്ട്സുകൾ കംപ്ലീറ്റ് ഉള്ള നട്ട്സുകൾ, കാഷ്യൂനട്ട്, ബദാം, ആൽമണ്ട്, പിസ്റ്റാഷ്, ലഗേജ് കൊണ്ടുപോകാനുള്ള പെട്ടികൾ, ബാഗുകൾ, അങ്ങനെയൊക്കെയുള്ള വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ലേഡീസ് ബാഗ്. ഭാഗം കുറച്ച് പണി നടക്കുകയാണ്. അതിൻ്റെ ഇതാണ് ഈ ഭാഗം ഇത്തിരി മറച്ചു വെച്ചിരിക്കുന്നത്. മാലകൾ, അതിനപ്പുറത്ത് സ്പ്രേയും, പിന്നെ ചില ബോട്ടുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് മൊബൈൽ ഫുഡ് ഷോപ്സാണ്. ഫുഡുകൾ അവർ ആളുകൾ ഇവിടെ ഇരുന്ന് കഴിക്കും. ഇത് ട്രോപ്പിക്കൽ. ഇത് ഒരു മാർക്കറ്റ് ദിവസം അവരിവിടെ കൊണ്ടുവരും. എന്നിട്ട് മോസ്റ്റ്ലി കരീബിയൻ ഫുഡുകളാണ്. ആളുകൾക്ക് ചേവിലൊക്കെ ഇട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർ വണ്ടിയിൽ വലിച്ചുകൊണ്ട് പോകും. മാർക്കറ്റിൻ്റെ പുറം ഭാഗത്ത് ഉള്ള ഒരു നമ്മൾ സ്ട്രീറ്റ് സെല്ലിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കുറേ തുണി ഐറ്റംസുകളും പിന്നെ ഹെഡ്ഫോണ് ഉള്ള ഐറ്റംസുകൾ കംപ്ലീറ്റ് ഇവിടെ ഉണ്ട്. അവിടെ കുറച്ച് ബ്ലാങ്കറ്റുകൾ, പില്ലോ കവറ്, ബെഡ്ഷീറ്റ് എല്ലാം വളരെ മറ്റ് കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തിരുക്കുടത്ത് കാണുന്ന ഒരു ബസ് സ്റ്റോപ്പാണ്. മിക്ക ബസ് സ്റ്റോപ്പുകളിലും അതിൽ ബസ്സിൻ്റെ ടൈമുകൾ അത് ഇങ്ങനെ അതിൻ്റെ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കും. എത്ര മിനിറ്റ് കഴിയുമ്പോൾ ഇത്ര നമ്പർ ബസ് വരും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിൻ്റെ പുറകുവശം ഒരു വലിയ ഫ്ലാറ്റുണ്ട്. ഈ പ്രായമായവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഗവൺമെൻറ് ബെനിഫിറ്റിൽ കഴിയുന്നവരൊക്കെ ഉള്ള അക്കോമഡേഷനൊക്കെ അവിടെയാണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുട്ബോൾ സ്റ്റേഡിയം ഫ്ലാറ്റായി മാറിയില്ല, അതിൻ്റെ ഒരു വശമാണിത്. എല്ലാം ലക്ഷറി ഫ്ലാറ്റുകളാണ്. ഫ്ലാറ്റിൻ്റെ മറുവശമാണ് കട, ബസ് സ്റ്റോപ്പ്. അവിടെ ഒരു ട്രാഫിക് ലൈറ്റ് ഉണ്ട്. ഒരു പബ്ബാണ്. പബ്ബെന്ന് വെച്ചാൽ നമ്മളെ ആളുകൾ വന്ന് അവിടെ വന്ന് ബിയറും മറ്റുള്ള ഫുഡും ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇംഗ്ലണ്ട് വേൾഡ് കപ്പ് എടുത്തപ്പോഴുള്ള ടീമിലെ അംഗങ്ങളാണ്. അതിൻ്റെ സ്റ്റാറ്റ്യൂസാണ്. ആ
പബ്ബിൽ വെളിയിലൊക്കെ ഇരുന്ന് ബീറൊക്കെ അടിക്കുന്നവർക്ക് സജ്ജമാക്കിയിരിക്കുന്നതാണ് കസേരയൊക്കെ ഷെയറൊക്കെ. ലോക്കൽ നമ്മളെ ഏരിയയാണ്. റോഡിൽ സർവീസും ബിസിയാണ്. കടകളും ഉണ്ട്, എല്ലാ തരം കടകളും ഇവിടെ. ഇത് ഒരു ഡിസ്കൗണ്ടഡ് ഷോപ്പാണ്. കാരണം മിക്ക സാധനങ്ങളൊക്കെ ഒരു പൗണ്ട് അങ്ങനെയൊക്കെ ഉള്ള വിലയുണ്ട്. ക്വാളിറ്റി കുറവാണ്. ആളുകൾ കൂടുതലുള്ള സാധനങ്ങൾ മേടിക്കും. റോഡിൻ്റെ മറുവശം ലോണ്ടീസ്, അതൊരു സൂപ്പർ മാർക്കറ്റാണ്. പിന്നെ ടെസ്കോ, അതൊരു ഇവിടുത്തെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ്. അതിൻ്റെ ഒരു ചെറിയ ഷോപ്പാണ് അവിടെ വന്നത്. കാർപ്പറ്റുകൾ ലാമിനേഷൻ അങ്ങനെയൊക്കെ ഉള്ള വിൽക്കുന്ന ഒരു കടയാണ്. പണ്ടേ ഉള്ള കടയാണ്, പിള്ളക്കാരുടേതാണ്. ആ കാണുന്ന ഒരു ടർക്കി ഷോപ്പാണ്. അതും നമ്മുടെ വീട്ടിന് സമീപത്തുള്ളതാണ്. ഇവിടെയും കൂടുതലും ടർക്കിഷ് ഫുഡുകളാണ് കൂടുതലും ഉള്ളത്. പിന്നെ നമ്മൾ ഏത്തയ്ക്ക, തേങ്ങ, ക്യാബേജ്, പിന്നെ അവരുടേതായിട്ടുള്ള ഫുഡുകളുണ്ട്. വെളിയിൽ അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇത് ചെയ്യുന്നതേ ഉള്ളൂ. ഉള്ളി, ഉരുളക്കിഴങ്ങ് എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിളാണ്. ഒരു മസാജ് സെൻ്ററാണ് മലയാളീസ് നടത്തുന്നത്. കടകളുണ്ട്, ഒരു ഹെയർ സലൂൺ, അത് ഇതാണ്. കാരണം നമ്മുടെ വീട്ടിൻ്റെ സമീപത്തുള്ള കുറേ കടകളും പിന്നെ കുറച്ച് സ്ഥാപനങ്ങളും. ഈ റോഡ് ആണ്, ബിസി റോഡാണ് ഇത്. ഒരു ലോക്കൽ പാകിസ്ഥാൻ ഷോപ്പ്, ഇന്ത്യക്കാരുടെ ഷോപ്പാണ്. ഇവിടെ കംപ്ലീറ്റ് എല്ലാം ഉണ്ട്. ഉള്ളി, ഏത്തയ്ക്ക, കാച്ചിൽ, ചേമ്പ്, ചേന, മുട്ട. പായി ഷോപ്പാണ്. എന്നാൽ ഫിലിപ്പിനുകൾക്ക് ആവശ്യമുള്ള ഫുഡ് ഐറ്റംസുകളൊക്കെ കഴിക്കുന്ന ഒരു കടയാണ്. ഇതാണ് ലോക്കൽ വിശേഷങ്ങൾ. എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിളാണ്. നമ്മുടെ പ്രോഡക്ട്സുകൾ കംപ്ലീറ്റ് എല്ലാം ഇവിടെ കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴമായിരുന്നാലും ഏത്തയ്ക്കായിരുന്നാലും ചേന, ചേമ്പ്, മറ്റേ നമ്മളെ അരി, മുട്ട, റൈസ് എല്ലാം നമുക്കിവിടെ അവൈലബിളാണ്. ഇലക്ട്രിക്കൽ കട, ഇതൊരു ബംഗാളി ഷോപ്പാണ്. ഇവിടെയും അവർ